പ്രിയപ്പെട്ട കുട്ടികളെ, ഇസ്ലാമിക ചരിത്രം 5-ാമത്തെ അധ്യായം, അതിലെ ഖിലാഫത്തിൻ്റെ ഭരണ പരിഷ്കരണങ്ങളെക്കുറിച്ച്, ഭരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഖലീഫ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്, അബൂബക്കർ എങ്ങനെയാണ് ആദ്യ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊതുഭരണത്തിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ, അതായത് ഭരണത്തിൻ്റെ ഭാഗമായി ചില സംഗതികൾ ഉണ്ട്. ആ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചില പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ട്. ആ പരിഷ്കരണങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. പ്രധാനമായും നമുക്കിതിൽ പഠിക്കാനുള്ളത് ഖിലാഫത്തിൻ്റെ ഭരണരീതിയാണ്. ആദ്യകാല ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ 632 മുതൽ 661 വരെ നിലനിന്ന ഖിലാഫത്താണ്. ഈ കാലഘട്ടമാണ് സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിങ്ങനെ 4 ഖലീഫമാർ നമ്മെ ഭരിച്ചിട്ടുണ്ട്. ആ ഭരണ കാലഘട്ടമാണ് സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടം. അതിൽ ഉമറിൻ്റെയൊക്കെ കാലഘട്ടമാകുമ്പോഴേക്കും കൃത്യമായ ഒരു ഭരണ രീതി, ഒരു ചട്ടക്കൂടിലേക്ക് ഇസ്ലാമിക സ്റ്റേറ്റ് എത്തി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഭരണ പരിഷ്കരണങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണ്. അതിൽ ഉമറിൻ്റെ ആ ഭരണ പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉമർ നോട്ട് ഓൺലി കൺസോളിഡേറ്റഡ് ഹിസ് എംപയർ ബട്ട് സെറ്റ് അപ്പ് എ ഗ്രേറ്റ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഒരു സാമ്രാജ്യത്തെ കൺസോളിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ഒരു സാമ്രാജ്യത്തെ വീണ്ടും വികസിപ്പിക്കുന്നതിലുപരി അദ്ദേഹം അതിനെയൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു നല്ല ഭരണ സംവിധാനത്തിലേക്ക് ഒതുക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഉമറിൻ്റെ നേട്ടം. ഉമർ ഈസ് റൈറ്റ്ലി റിഗാർഡഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഓൾ ടൈം. എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും മഹാനായ ഒരു ഭരണാധികാരിയായി ഉമറിനെ കണക്കാക്കപ്പെടുന്നു. He laid the foundation of a comprehensive democratic system in which efficiency in administration, individual participation in the functioning of the governmental institutions, freedom and social justice were the main pillar of the body politics. ഉമറിൻ്റെ ഭരണത്തെ നമ്മൾ കൃത്യമായി പഠിക്കുന്ന അത് ഈ ഭാഗത്താണ്. He laid a foundation of comprehensive democratic system. അതിബൃഹത്തായ ഒരു ജനാധിപത്യ സംവിധാനമാണ് ഉമർ നടപ്പിലാക്കിയത്. അതിൽ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, വ്യക്തിഗത പ്രാധാന്യമുണ്ട്, വ്യക്തി പങ്കാളിത്തമുണ്ട്. ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സർക്കാരിൻ്റെ വ്യത്യസ്ത ഏജൻസികളുടെ പ്രവർത്തനങ്ങളുണ്ട്. ഫ്രീഡം ഓഫ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സാമൂഹിക നീതിയും അതിൽ അധിഷ്ഠിതമാണ്. ഈ കാര്യങ്ങളെല്ലാം ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ, ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ ബോഡി പൊളിറ്റിക്സിൻ്റെ പില്ലേഴ്സാണ് എന്നുകൂടെ ഉമർ നമ്മളെ പഠിപ്പിക്കുന്നു. As an excellent organizer and an efficient ruler of the Islamic Commonwealth, he introduced many reforms for the വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. വെൽഫെയർ സ്റ്റേറ്റ്, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, സാമൂഹിക ക്ഷേമത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് ഖലീഫ ഉമർ മുന്നോട്ട് വെച്ചത്. ദ ഖലീഫ കൺസീവ്ഡ് ആൻ ഐഡിയ ഓഫ് സോഷ്യൽ ഓർഡർ എൻവിസേജ്ഡ് ഇൻ ഖുറാൻ. ഖുറാൻ മുന്നോട്ട് വെക്കുന്ന സാമൂഹിക ക്രമമാണ് ഖലീഫ പൂർത്തീകരിച്ചത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ബോഡിയായ മജ്ലിസ് ഷൂറ വാസ് സെറ്റപ്പ്. മജ്ലിസ് ഷൂറ എന്ന് പറഞ്ഞാൽ എ ബോഡി ഓഫ് കൺസൾട്ടേഷൻ, ഉപദേശക സമിതി എന്നാണ് ഈ മജ്ലിസ് ഷൂറയുടെ അർത്ഥം. ഖിലാഫത്തിൻ്റെ ഏറ്റവും വലിയ ബോഡി പൊളിറ്റിക്സാണ് മജ്ലിസ് ഷൂറ. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വേദിയാണ് നിയമസഭകളും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകൾ. അതുപോലെയാണ് ജനാധിപത്യത്തിൽ നിയമനിർമ്മാണ സഭ എങ്ങനെയാണോ അതുപോലെയാണ് ഖിലാഫത്തിൽ മജ്ലിസ് ഷൂറ. ബീയിങ് എൻഡോവ്ഡ് വിത്ത് എ ഡെമോക്രാറ്റിക് ഡിസ്പൊസിഷൻ, ഉമർ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആൻഡ് എക്സ്പാൻഡഡ് ദ മജ്ലിസ് ഷൂറ വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അബൂബക്കർ. അബൂബക്കറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുത്ത് ബീജാഭാവം നൽകിയ മജ്ലിസ് ഷൂറ എന്ന ഉപദേശക സമിതിയെ ഉമർ ശക്തിപ്പെടുത്തി. It was an advisory body which consisted of the close companion of the Prophet such as Ali, Usman,
ത്വൽഹ, സുബൈർ ആൻഡ് അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ്. പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിരുന്ന, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന, സഹകാരികളായിരുന്ന അലി, ഉഖ്ബ, ഉബൈദ, ഉസ്മാൻ, ത്വൽഹ ഇബിൻ സുബൈർ, അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് എന്നിവരടങ്ങിയതായിരുന്നു ഈ മജ്ലിസ് ശൂറ. ദ അഡ്വൈസറി കൗൺസിൽ വാസ് ഫ്രീക്വൻ്റ്ലി കൺസൾട്ടഡ് ഇൻ ഓൾ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ മജ്ലിസ് ശൂറയിൽ അല്ലെങ്കിൽ ഉപദേശ സമിതിയിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിടയ്ക്കിടയ്ക്ക് ചേരുകയും പതിവായിരുന്നു. The council sat on the mosque for the regular session and resembled the cabinet in the modern political system. ഇങ്ങനെയുള്ള ഈ മജ്ലിസ് ശൂറ അല്ലെങ്കിൽ പ്രവാചകൻ്റെ അടുത്ത സഹപ്രവർത്തകരുടെ ഈ വേദി ഇടയ്ക്കിടയ്ക്ക് മദീനയിൽ കൺവീൻ ചെയ്യുമായിരുന്നു. ആധുനിക ജനാധിപത്യത്തിലെ ക്യാബിനറ്റിന് തുല്യമായിട്ടാണ് ഈ മജ്ലിസ് ശൂറയെ നമുക്ക് കാണാൻ കഴിയുക. ഉമർ സ്റ്റാൻഡ്സ് ആസ് ദ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ ഫോർ എ true democrat in the history of the world. With love of the people addressed him Amirul Mu'minin. അതാണ് ഉമർ ലോകത്തെ തന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ ചാമ്പ്യനായിട്ടാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ജനപ്രാതിനിധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൂർത്തീഭാവമായിട്ടാണ് ഉമർ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചിരുന്നു അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ എന്നാണ് പ്രജകൾ ഉമറിനെ വിളിച്ചിരുന്നത്. ഇനി നമുക്ക് ശൂറയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ശൂറ വാസ് എ കൗൺസിൽ ഓഫ് എൽഡേഴ്സ്. ദ മെമ്പേഴ്സ് ഓഫ് ദ ശൂറ ഹാഡ് ആൾ ദ ക്വാളിറ്റീസ് ഫൗണ്ട് ഇൻ ദ ഖിലാഫത്ത്. ഷൂറയ്ക്ക് ഒരുപാട് ഫങ്ഷൻസുകളുണ്ട്, ചുമതലകളുണ്ട്. അവർ ഹാഡ് ദ ക്വാളിറ്റീസ് ഫൗണ്ട് ഇൻ ദ ഖിലാഫത്ത്. ഖിലാഫത്തിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? ഒത്തുകൂടുമായിരുന്നു. ഇറ്റ് അഡ്വൈസ്ഡ് ദ ഖലീഫ ഇൻ ഡിസ്ചാർജിങ് വേരിയസ് ഡ്യൂട്ടീസ്. പല കാര്യങ്ങളും കടമകളും ഡിസ്ചാർജ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നടപ്പാക്കുന്നതിൽ ഖലീഫയെ ഉപദേശിക്കുക എന്നുള്ളത് ഈ ശൂറയുടെ ഒരു കടമയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ആയിരുന്നു. ദ ഖലീഫ ആൾവേസ് അക്സെപ്റ്റഡ് ദ അഡ്വൈസ് ഓഫ് ദ ശൂറ മെമ്പേഴ്സ് ഇൻ ഡിസ്പാച്ച് ഓഫ് ദ ആർമീസ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ജനറൽസ്, ഗവർണേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ്, ഫിക്സേഷൻ ഓഫ് ദ സാലറി ഓഫ് സോൾജേഴ്സ്, ലെവിയിങ് ടാക്സസ് ആൻഡ് ക്രിയേഷൻ ഓഫ് ന്യൂ പോസ്റ്റ്. ഖലീഫയെ ഉപദേശിക്കുന്ന ഒരു ചുമതല ഷൂറയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഉപദേശങ്ങൾ പലപ്പോഴും ഖലീഫ സ്വീകരിക്കുമായിരുന്നു. അത് സൈന്യത്തെ ഡെസ്പാച്ച് ചെയ്യുന്നതിലായാലും, ജനറൽമാരെ നിയമിക്കുന്നതിലായാലും, ഗവർണേഴ്സിനെ നിയമിക്കുന്നതിലായാലും, ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിലും, അതുപോലെ തന്നെ പട്ടാളക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ശമ്പളം കൊടുക്കുന്ന കാര്യമായാലും, അതിൻ്റെ ഫിക്സേഷനായാലും, അതുപോലെ ടാക്സുകൾ, നികുതികൾ ഏർപ്പെടുത്തുന്നതിലും കളക്ട് ചെയ്യുന്നതിലും ഒക്കെ ശൂറയായിരുന്നു ഖലീഫയെ ഉപദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ശൂറയ്ക്ക് വളരെ വലിയ ഒരു ജനാധിപത്യ പങ്കാണ് ഖിലാഫത്തിൽ ഉള്ളത്. ഇറ്റ് വാസ് നോട്ട് എ സോവറിൻ ലെജിസ്ലേറ്റീവ് ബോഡി ആൻഡ് ദ ഖലീഫ വാസ് നോട്ട് ബൗണ്ട് ടു ഒബേ ഇറ്റ്സ് ഡിസിഷൻ. ഇത് പൂർണ്ണ അധികാരമുള്ള ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയാണ് ശൂറ എന്ന് നാം ധരിക്കരുത്. എന്നാൽ ഖലീഫയ്ക്ക് ഇതിൽ സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഹൗവർ ദ ഖലീഫ ആൻഡ് ദ ശൂറ ഫങ്ഷൻഡ് വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്റ്റ്. ഖലീഫയും ശൂറയും പ്രവർത്തിക്കേണ്ടത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും റെസ്പെക്റ്റിലും ആണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പരസ്പര ധാരണയിലും, അതുപോലെ തന്നെ പരസ്പര ധാരണയിലും റെസ്പെക്റ്റിലുമാണ്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിലും ആണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ശൂറയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പ്രവിശ്യ ഭരണം. For the sake of the efficiency and smooth functioning of the administrative system, Umar divided the Commonwealth into several provinces. ഇസ്ലാമിക കോമൺവെൽത്തിനെ സൗകര്യാർത്ഥം ഗവൺമെൻറ് കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി നിരവധി പ്രവിശ്യകളായി ഉമർ വിഭജിച്ചിരുന്നു.
ഹി പ്ലേസ്ഡ് ഈച്ച് ഓഫ് ദം അണ്ടർ ദൻ എഫിഷ്യൻ്റ് ഗവർണർ. ഓരോ പ്രവിശ്യയെയും കഴിവുറ്റ ഒരു ഗവർണറുടെ കീഴിൽ ആക്കിയിരുന്നു. മക്ക, മദീന, ജസീറ, ബസറ, കൂഫ, പാലസ്റ്റീൻ, ഈജിപ്റ്റ് വേർ ദ മെയിൻ പ്രൊവിൻസസ്. ആ കാലഘട്ടത്തിലെ പ്രധാന പ്രവിശ്യകളായിരുന്നു മക്കയും മദീനയും ജസീറയും ബസറയും കൂഫയും പാലസ്റ്റീനും ഈജിപ്റ്റും എല്ലാം. The provincial governors were called വലി ഓർ അമീർ. ഗവർണർമാരെ ഓരോ ഗവർണർമാരുടെ കീഴിലാക്കി എന്ന് നമ്മൾ പറഞ്ഞു. ആ ഗവർണർമാരെ വലി അല്ലെങ്കിൽ അമീർ എന്നാണ് പ്രവിശ്യ ഗവർണർമാരെ വിളിച്ചിരുന്നത്. ഹി വാസ് the head of the administration and the religious leader in the provinces. പ്രവിശ്യയിലെ ഭരണത്തലവനും പ്രവിശ്യയിലെ മതതലവനും ഒക്കെ ഗവർണർ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. He was also the member of the army. He was also the commander of the army. അദ്ദേഹമാണ് പ്രവിശ്യയിലെ കമാൻഡർ ഓഫ് ദ ആർമിയുടെ കമാൻഡർ അദ്ദേഹമായിരുന്നു. He was appointed the caliph and was accountable to him. ഖലീഫയാണ് ഗവർണറെ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖലീഫയോടാണ് അദ്ദേഹത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഖലീഫയുടെ അടുത്താണ് അദ്ദേഹം കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുള്ളൂ. The provinces were divided into districts, further into subdivisions. നമ്മൾ സാമ്രാജ്യത്തെ പ്രവിശ്യയായി വിഭജിച്ചു എന്ന് പറഞ്ഞു. ആ പ്രവിശ്യകളെ വീണ്ടും ജില്ലകളായിട്ടും ജില്ലകളെ വീണ്ടും ഡിവിഷനുകളായിട്ടും സബ് ഡിവിഷനുകളായിട്ടുമൊക്കെ വിഭജിച്ചിരുന്നു. ദ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് വെർ നോൺ ആസ് അമീൽസ്. അമീൽസ് എന്നാണ് ഡിസ്ട്രിക്ട് ഓഫീസർമാർ. ഇന്നത്തെ ഡിസ്ട്രിക്ട് കലക്ടർമാരുടെ ചുമതലയായിരുന്നു ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ, ഉമറിൻ്റെ കാലഘട്ടത്തിൽ അമീൽസ് എന്ന പേരിലുള്ള ഇവർക്കുണ്ടായിരുന്നത്. Those officers were appointed by the Khalifa in consultation with the advisory council and exercised strict control over them. ഈ ഡിസ്ട്രിക്ട് കലക്ടർമാരാകട്ടെ അവർ ഖലീഫയാണ് നിയമിക്കുന്നത്. അവർ ഖലീഫയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഗവർണറുമായും കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് അവരവരുടെ കാര്യങ്ങൾ ജില്ലകളിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റുകളിൽ നടപ്പിലാക്കിയിരുന്നത്. ഇത്രയുമാണ് പ്രവിശ്യാഭരണം. ഭരണസൗകര്യത്തിനായി പ്രവിശ്യകളായും ഡിസ്ട്രിക്റ്റുകളായും ഡിവിഷനുകളായും തരംതിരിക്കുകയും പ്രദേശങ്ങളെയും ഓരോരുത്തരുടെയും അണ്ടറിലാക്കി വെക്കുകയും ചെയ്തു ഉമർ. ഇനി റവന്യൂ അഡ്മിനിസ്ട്രേഷനാണ്, റവന്യൂ ഭരണം. ഉമർ ഇൻട്രൊഡ്യൂസ്ഡ് സർട്ടൻ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. റവന്യൂ ഭരണത്തിൽ കൃത്യമായ ചില മാറ്റങ്ങളാണ് ഉമർ കൊണ്ടുവന്നത്. He established the Department of Finance or regulate the revenue policies of the government. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻസ് എന്ന പേരിൽ അദ്ദേഹം സാമ്പത്തിക വകുപ്പ് എന്ന പേരിൽ ഒരു വകുപ്പുണ്ടാക്കുകയും അവിടെ പുതിയ റവന്യൂ പോളിസികൾ, റവന്യൂ നയങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് വാസ് കോൾഡ് ദിവാൻ ആൻഡ് ഇറ്റ് വാസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദ പേർഷ്യൻ മോഡൽ. ഉമർ സ്ഥാപിച്ച ഇത്തരം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകൾ ദിവാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ദിവാൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പേർഷ്യൻ മോഡൽ ആണ്. പേർഷ്യയിൽ നിന്നാണ് ഈ പേർഷ്യൻ ഒറിജിനാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരായ ദിവാൻ എന്നത്. ദ പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് റവന്യൂ വേർ പുവർ ടാക്സ്, സക്കാത്ത്, ദ പോൾ ടാക്സ്, ജിസിയ, ദ ലാൻഡ് ടാക്സ്, ഖരാജ്, the spoils of war, ganima, and income from state property, alfe. Zakat was assessed on cash, crops and animals. പ്രധാനമായ റവന്യൂ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നികുതിയുടെ പ്രധാനമായ ഉറവിടം എന്ന് പറഞ്ഞാൽ ഒന്ന് പുവർ ടാക്സ് ആയിരുന്നു. അത് സക്കാത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സക്കാത്ത് പണത്തിൻ്റെ രൂപത്തിലോ ധാന്യങ്ങളുടെ രൂപത്തിലോ മൃഗങ്ങളുടെ രൂപത്തിലോ ഒക്കെ സ്വീകരിച്ചിരുന്നു. സക്കാത്ത് എന്താണെന്ന് നമ്മൾ ആദ്യകാല പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ പൂവേഴ്സ് ഓവർ ദ റിച്ച് എന്നാണ്. ഇത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഉറവിടമായിരുന്നു. മറ്റൊന്ന് പോൾ ടാക്സാണ്, ജിസിയ. ജിസിയ എന്ന് പറയുന്ന ടാക്സ്, പോൾ ടാക്സ്, ജിസിയ ലോകത്ത് പല വിവാദങ്ങൾക്കും കാരണമായ ഒരു ടാക്സാണിത്. മതനികുതി എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. ജിസിയ ഉമർ കളക്ട് ചെയ്തിരുന്നു. ജിസിയ എന്ന് പറയുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ എല്ലാ പട്ടാളക്കാരും എല്ലാ മുസ്ലിങ്ങളും
യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇൻ കേസ് ഓഫ് വാർ, യുദ്ധസമയത്ത് അവർ യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പട്ടാള ഡ്യൂട്ടി കൂടി അവർക്ക് കമ്പൽസറി ആയിട്ട് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ മൊത്തം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ മുസ്ലിം സൈന്യത്തിൻ്റെ കയ്യിലായിരിക്കും. പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ആ രാജ്യത്തുള്ള എല്ലാ ജനതയെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ മിലിറ്ററി ഡ്യൂട്ടി എടുക്കാത്ത ആളുടെ മുകളിൽ ചുമത്തപ്പെട്ട നികുതിയാണ് ജിസിയ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മിലിറ്ററി ഡ്യൂട്ടി എടുക്കാത്ത മറ്റ് വിഭാഗങ്ങളുണ്ടെങ്കിൽ അവരുടെ മേലെ ഈ നികുതി വരും. അങ്ങനെ ഇത് മതനികുതി എന്ന രീതിയിൽ ഇൻ്റർപ്രറ്റ് പോവുകയാണ് ചെയ്തത്. ജിസിയ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഡ്യൂട്ടി. ജിസിയ ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ലിeu ഓഫ് പ്രൊട്ടക്ഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ദ ലാൻഡ് ടാക്സ് ഖരാജ്, ദ സ്പോയിൽസ് ഓഫ് വാർ ഗനീമ. ഭൂനികുതിക്ക് ഖരാജ് എന്നാണ് പറഞ്ഞിരുന്നത്. ഭൂനികുതി മറ്റൊരു സ്രോതസ്സായിരുന്നു. അതുപോലെ സ്പോയിൽസ് ഓഫ് വാർ, രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ തോറ്റവരുടെ മുതൽ ജയിച്ചവർ കണ്ടുകെട്ടും. അങ്ങനെ യുദ്ധത്തിൽ കണ്ടുകെട്ടുന്ന സ്വത്തിനാണ് ഗനീമ എന്ന് പറയുന്നത്. ഇതും ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാന മാർഗമായിരുന്നു. ഇൻകം ഫ്രം സ്റ്റേറ്റ് പ്രോപ്പർട്ടി, അൽ ഫേ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വസ്തുവകകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇത്രയും നികുതികളായിരുന്നു, ഇത്രയും വരുമാനമായിരുന്നു ഉമറിൻ്റെ കാലഘട്ടത്തിലെ രാഷ്ട്രത്തിൻ്റെ റവന്യൂ ട്രഷറിയിലേക്ക് വന്നിരുന്നത്. The assessment of the land tax was based on the fertility of the soil and it was collected in installments. പ്രധാനമായും ഈ ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ഭൂനികുതി ഖരാജ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയ്ക്കും ആ മണ്ണിൻ്റെ വിളവിനും അനുസൃതമായിട്ടായിരുന്നു വാങ്ങിയിരുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കണം. ഉഷർ എന്ന് പറയുന്നത് മറ്റൊരു ടാക്സാണ്. ഉഷർ ലെവീഡ് ഓൺ ദ ബിഗ് എസ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ് വാസ് 1/10 ഓഫ് ദ പ്രൊഡ്യൂസ്. ടോട്ടൽ പ്രൊഡ്യൂസിൻ്റെ 1/10 വലിയ എസ്റ്റേറ്റുകൾ നികുതി കൊടുക്കേണ്ടിയിരുന്നു. വലിയ തോട്ടങ്ങൾ അവരുടെ ഉൽപ്പാദനത്തിൻ്റെ 1/10 സർക്കാരിലേക്ക് നികുതി കൊടുക്കേണ്ടിയിരുന്നു. ഈ നികുതിക്ക് പറയുന്ന പേരാണ് ഉഷർ എന്നത്. എക്സസ് റവന്യൂ ഓഫ് ദ പ്രൊവിൻസ് വാസ് ഡെപ്പോസിറ്റ് ഇൻ ദ പബ്ലിക് ട്രഷറി നോൺ ആസ് ദ ബൈത്തുൽ മാൽ. ബൈത്തുൽ മാൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ട്രഷറിയിലേക്ക്, സ്റ്റേറ്റിൻ്റെ ഖജനാവിലേക്ക് ആണ് വരവ് ചിലവ് കണക്കിന് ശേഷമുള്ള എക്സസ് ആയിട്ട് വരുന്ന മിച്ച വരുമാനങ്ങളൊക്കെ നിക്ഷേപിച്ചിരുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. The lion's share of the expenditure went to the public institutions and the military organizations. പൊതുചെലവ്, പൊതുകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്, സൈനിക ചെലവുകൾ, ഇതാണ് പൊതുചെലവിൻ്റെ ഇനത്തിൽ അന്ന് വന്നിരുന്നത്. പബ്ലിക് വർക്ക്സ് സച്ച് ആസ് കൺസ്ട്രക്ഷൻ, റോഡ്സ്, കനാൽസ്, ബ്രിഡ്ജസ് എറ്റ്സെട്ര ആൾസോ റിസീവ്ഡ് കൺസിഡറബിൾ ഷെയർ. പൊതുമരാമത്ത് വകുപ്പുകളുടെ കൂട്ടത്തിൽ റോഡ് നിർമ്മാണം, കനാല്, പാലങ്ങൾ, അതുപോലെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടത്ര പങ്ക് ലഭിച്ചിരുന്നു. ഉമർ took a special interest in promotion to agriculture by introducing useful land reforms. ഉമറിൻ്റെ കാലഘട്ടത്തിൽ കൃഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപകാരപ്രദമായ ലാൻഡ് റിഫോം അല്ലെങ്കിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിരുന്നു. He ordered thorough survey of lands, divided them into plots and fixed taxes on the basis of the fertility of the soil and the location of the land. ഒരു കൃത്യമായ സർവേ നടത്തുകയും ലാൻഡ് സർവേ നടത്തുകയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും അവരുടെ ലൊക്കേഷനും അവരുടെ ഫലഭൂയിഷ്ഠതയ്ക്കും അവരുടെ സ്ഥാനത്തിനുമൊക്കെ അനുസരിച്ച് വിലയും നികുതിയും നിർണയിച്ചിരുന്നു ഉമറിൻ്റെ കാലഘട്ടത്തിൽ. കനാൽസ് വർ ഡഗ് ആൻഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് വർ പ്രൊവൈഡഡ് ടു ദ ഫാർമേഴ്സ്. കനാലുകൾ കുഴിക്കുകയും ജലസേചന സൗകര്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. Tax was fixed after proper survey of the land. Ushar was levied on the big estate and it was 1/10 of the produce. Excess revenue of the provinces was deposited in the public treasury known as Baitul Mal. Baitul Malilekku excess revenue ഒക്കെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഖലീഫ ഉമർ ഇൻട്രൊഡ്യൂസ്ഡ് ദ ഹിജറ കലണ്ടർ. ഹിജറ കലണ്ടർ കൊണ്ടുവന്നത് ഖലീഫ ഉമറാണ്. അത് ഖലീഫ ഉമറിൻ്റെ കാലഘട്ടത്തിലാണ് ഹിജറ വർഷം, ഹിജറ കലണ്ടറായി നടപ്പിലാക്കിയത്. ഇനി നമുക്ക് റവന്യൂ ഭരണം കഴിഞ്ഞു, മിലിറ്ററി അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാം, സൈനിക ഭരണത്തിലേക്ക്.
Umar took a proper care for the reformation of the army. He divided his armed forces into regular and irregular. തൻ്റെ സൈന്യത്തെ റെഗുലർ എന്നും ഇറഗുലർ എന്നും രണ്ടായി ഉമർ തിരിച്ചിരുന്നു. The regular soldiers worked on the permanent basis and irregular army was raised in times of emergency in the form of volunteers. ഈ റെഗുലർ ആർമി എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആർമി ആണെങ്കിൽ, ഇറഗുലർ ആർമി പ്രത്യേക ഘട്ടങ്ങളിൽ എമർജൻസിയെ നേരിടാൻ വേണ്ടി താൽക്കാലികമായി നിയമിക്കുന്ന സൈന്യമായിരുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ ഉമറിൻ്റെ സൈന്യത്തെ നമുക്ക് തിരിക്കാൻ പറ്റും. The two main wings of the army were the infantry and cavalry. കാലാൾപ്പടയും കുതിരപ്പടയും സൈന്യത്തിൻ്റെ രണ്ട് ഭാഗമായിരുന്നു. The salary of the soldiers were paid from the ബൈത്തുൽ മാൽ. ബൈത്തുൽ മാലിൽ നിന്നായിരുന്നു സൈന്യത്തിന് ശമ്പളം നൽകിയിരുന്നത്. അതുപോലെ തന്നെ the soldiers were given a share from the spoils of war. All the generals and commanders were appointed by the Khalifa at the capital. പട്ടാളക്കാർക്ക് യുദ്ധത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗനീമ എന്ന് പറയുന്ന സ്പോയിൽസ് ഓഫ് വാർ, യുദ്ധ മുതലിൽ നിന്നും ഒരു പങ്ക് പട്ടാളക്കാർക്ക് സമ്മാനമായി നൽകിയിരുന്നു. അതുപോലെ എല്ലാ സൈനിക ജനറൽമാരും കമാൻഡർമാരും ഖലീഫയായിരുന്നു എല്ലാ ജനറൽമാരെയും കമാൻഡർമാരെയും നിയമിച്ചിരുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്നും ഖലീഫയായിരുന്നു. ഇത്രയുമാണ് സൈനിക ഭരണം. ഇനി നമുക്ക് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ആ കാലഘട്ടത്തിലെ നീതിന്യായ ഭരണം. ഉമർ വാസ് എ ഗ്രേറ്റ് ചാമ്പ്യൻ ഓഫ് ജസ്റ്റിസ്. For his sound discrimination and perfect sense of justice, he was called Al-Faruq. അദ്ദേഹത്തിൻ്റെ ഉന്നതമായ നീതിബോധം, ഉമർ ഒരു വലിയ നീതിമാനായ ഭരണാധികാരിയായിരുന്നു. ആ നീതിബോധം കൊണ്ട് തന്നെ അദ്ദേഹത്തെ അൽ ഫറൂഖ് എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത്. He separated his judiciary from executive for an effective administration of justice. നീതിന്യായ ഭരണത്തിൻ്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി, അതിൻ്റെ കൃത്യമായ നടപ്പാക്കുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ അല്ലെ കാര്യനിർവഹണത്തിൽ നിന്നും നീതിന്യായ വിഭാഗത്തെ വേർതിരിച്ചിരുന്നു ഉമർ. He appointed qadis for the administration of justice in the provincial towns. They were given full independence and were not under the authority of the provincial governors. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അധികാരമുള്ള, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഖാദിമാരെ അല്ലെങ്കിൽ ജഡ്ജിമാരെ എല്ലാ പ്രവിശ്യ തലസ്ഥാനങ്ങളിലും അദ്ദേഹം നിയമിച്ചിരുന്നു. ഈ ഖാദിമാരെ ഉമർ നേരിട്ട് നിയമിക്കുകയായിരുന്നു. അവർക്ക് പ്രവിശ്യ ഗവർണർമാരോട് കടപ്പാടോ ഉത്തരവാദിത്തമോ ഉണ്ടായിരുന്നില്ല എന്നുകൂടി കാണാൻ കഴിയും. They were directly responsible to the caliph. ഇത്തരം ഖാദിമാർ ഖലീഫയുമായി ഡയറക്റ്റായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നവരായിരുന്നു. ഉമർ ഇൻട്രൊഡ്യൂസ്ഡ് പെൻഷൻ സിസ്റ്റം to the retired officials, disabled soldiers and physically handicapped persons. He appointed night watchmen also. വളരെ പ്രധാനപ്പെട്ട പരിഷ്കരണമാണ് സാമൂഹിക ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയത്. ഇസ്ലാമിക് കോമൺവെൽത്ത് എങ്ങനെയാണ് വെൽഫെയർ സ്റ്റേറ്റായി മാറുന്നത് എന്ന് ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക. പെൻഷൻ സംവിധാനം, അതുപോലെ തന്നെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്ക്, അംഗഭംഗം വന്ന പട്ടാളക്കാർക്ക്, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന്, വ്യത്യസ്ത കഴിവുകൾ ഉള്ളവർക്ക് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? പെൻഷൻ നൽകിയിരുന്നു. അതുപോലെ അപ്പോയിൻറ്റഡ് നൈറ്റ് വാച്ച്മാൻ, രാത്രി കാലങ്ങളിൽ സഞ്ചാര സുരക്ഷിതത്വത്തിന് വേണ്ടിയൊക്കെ നൈറ്റ് വാച്ച്മാൻമാരെ ഏർപ്പാട് ചെയ്തിരുന്നു. ഇതൊക്കെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്കുള്ള ഖിലാഫത്തിൻ്റെ സംഭാവനകളാണ്. ഹി കൺസ്ട്രക്റ്റഡ് മോസ്ക്, സ്കൂൾസ് ആൻഡ് ഓർഫനേജസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഖിലാഫത്ത്. പള്ളികൾ, വിദ്യാലയങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, സാമ്രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉമർ കൊണ്ടുവന്നു. He introduced rationing for the fair distribution of food gains. It was Umar who introduced the Muslim era Hijra calendar corresponding to the migration of the Prophet Muhammad from Makkah to Medina. അദ്ദേഹം റാഷനിങ് സംവിധാനം, അതായത് ഭക്ഷ്യധാന്യങ്ങൾ റേഷനായി കൊടുക്കുന്ന സംവിധാനം കൊണ്ടുവന്നത് ഉമറാണ്. അതുപോലെ മുസ്ലിം ഇറയായ ഹിജ്റ കലണ്ടർ അദ്ദേഹം നടപ്പിലാക്കി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ സെക്രട്ടേറിയറ്റ്. Under the Khilafat Abu Bakr, there was no office for conducting the affairs of the state.
all works were under the direct supervision of the Khalifa. സെക്രട്ടേറിയറ്റ് അബൂബക്കറിൻ്റെ കാലഘട്ടത്തിൽ നമുക്കൊരു സ്ഥാപന ഭരണ സൗകര്യത്തിനുള്ള ഒരു ഭരണസിരാ കേന്ദ്രമില്ലായിരുന്നു. എന്നാൽ ക്രമേണ ഉമറിൻ്റെ കാലഘട്ടമാകുമ്പോഴേക്കും കൃത്യമായ ഒരു സെക്രട്ടേറിയറ്റ് ഡെവലപ്പ് ചെയ്തു വന്നു. But as the duties of the responsibility of the Khalifa increased, the sought to help the companions. For instance, Umar was given charge of the administration of justice and alms giving, and Zayd bin Sabit, he was the first salaried judge of Medina. Zayd bin Sabit എന്ന് പറയുന്ന ആൾ മദീനയിലെ ആദ്യത്തെ സാലറീഡ് ജഡ്ജ് ആണ്. ബൈത്തുൽ മാൽ ഓർ ദ പബ്ലിക് ട്രഷറി. മറ്റൊന്ന് നമ്മൾ ഷൂറ പറഞ്ഞു, സെക്രട്ടേറിയറ്റൊക്കെ പറഞ്ഞു. ഇനി ബൈത്തുൽ മാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉമർ എസ്റ്റാബ്ലിഷ്ഡ് എ പബ്ലിക് ട്രഷറി ഇൻ മദീന ഇൻ 636 CE. 636 മദീനയിൽ ഒരു പൊതു ഖജനാവ് സ്ഥാപിക്കപ്പെട്ടു. അബ്ദുല്ല ബിൻ അൽ അർഖം വാസ് ദ ചീഫ് ട്രഷറി ഓഫീസർ. ആദ്യത്തെ മുഖ്യ ട്രഷറി ഉദ്യോഗസ്ഥനായിരുന്നു അബ്ദുല്ല ഇബിൻ അർഖം. അബ്ദുൽ റഹ്മാൻ ബിൻ ഉബൈദി സാരി ആൻഡ് മുഅഖബ് were his assistants. During the time of the Prophet, there was no need for a treasury. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു ട്രഷറിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. But as the state income increased steadily, Umar thought of the necessity of keeping money in an office under the supervision of the state officials. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു ഖജനാവിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇസ്ലാമിക കോമൺവെൽത്തിൽ ഖിലാഫത്തിൻ്റെ പല ഭാഗത്തു നിന്നും മിച്ച വരുമാനം വന്നതോടുകൂടി, വരുമാനം വർദ്ധിച്ചതോടുകൂടി ഒരു പൊതു ഖജനാവ് സ്ഥാപിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഉമർ 636 ബൈത്തുൽ മാൽ എന്ന പേരിൽ ഒരു പൊതു ഖജനാവ്, ഒരു സർക്കാർ ഖജനാവ് അദ്ദേഹം സ്ഥാപിച്ചത്. ദ ഓഫീസേഴ്സ് ഇൻ ചാർജ് ഓഫ് ബൈത്തുൽ മാൽ വാസ് കോൾഡ് സാഹിബുൽ ബൈത്തുൽ മാൽ. സാഹിബ് അൽ ബൈത്തുൽ മാൽ എന്നാണ് ബൈത്തുൽ മാലിൻ്റെ മുഖ്യ ഓഫീസർ അറിയപ്പെട്ടിരുന്നത്. ചീഫ് ട്രഷറി ഓഫീസർ ഈസ് നോൺ ആസ് സാഹിബുൽ ബൈത്തുൽ മാൽ. ആഫ്റ്റർ മീറ്റിംഗ് ദ എക്സ്പെൻസസ് ഓഫ് ദ provincial administration and public works, the surplus money was sent to the central treasury in Medina. പൊതു ആവശ്യങ്ങൾക്ക് പ്രവിശ്യകളിൽ നിന്നൊക്കെ ചെലവാക്കിയ പണം, അതിനുശേഷം ബാക്കി വരുന്ന പണം, മിച്ചം വരുന്ന പണമൊക്കെ പൊതു ഖജനാവിലേക്ക് അടയ്ക്കുകയായിരുന്നു. മദീനയിലെ പൊതു ഖജനാവിലേക്ക് അടയ്ക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ നിലവിലുള്ള വ്യവസ്ഥ. ഇൻ ദ ഇസ്ലാമിക് റിപ്പബ്ലിക് all the Khalifas led a simple and pious life. ഇസ്ലാമിക ഖിലാഫത്തിലെ ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലും എല്ലാ ഖലീഫമാരും സിമ്പിൾ ആൻഡ് പയസ് ലൈഫ്, ഭക്തി ബഹുമാനത്തോടുകൂടി ലളിത ജീവിതം നയിച്ചവരായിരുന്നു. ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി, ഏറ്റവും വലിയ ഗുണം അതാണ്. ദേ ഡിവോട്ടഡ് ദെയർ ലൈഫ്സ് ഇൻ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അവരുടെ ജീവിതം ചിലവഴിച്ചിരുന്നത് സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു, ഉമ്മത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു. ദ ടേം ഉമ്മ മീൻസ് ദാറ്റ് ഇസ് സൊസൈറ്റി. ഓക്കെ. ആൻഡ് ത്രൂ ദാറ്റ് ദേ എയിംഡ് ദ ഹെവൻ. അവർ ആദ്യകാല ഖലീഫമാർ ഉമ്മത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ക്ഷേമം, കോമൺവെൽത്തിലെ ജനങ്ങളുടെ ക്ഷേമമായിരുന്നു അവരുടെ ക്ഷേമം, അതായിരുന്നു അവർക്കിഷ്ടം. അതിലൂടെ അവർക്ക് സ്വർഗത്തിൽ നേടാമെന്ന ഒരു വലിയ കാഴ്ചപ്പാടായിരുന്നു ഖിലാഫത്ത് മുന്നോട്ട് വച്ചിരുന്നത്. സാമൂഹിക ക്ഷേമത്തിനും ജനാധിപത്യത്തിനും അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണത്തിനും കൃത്യമായ പൊതുഭരണ സംവിധാനത്തിനും വലിയ സംഭാവനയാണ് ഖിലാഫത്ത് നൽകിയിരിക്കുന്നത്. ഖിലാഫത്തിൻ്റെ ഭരണ സംവിധാനം ആധുനിക ഭരണ സംവിധാനവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു അസൈൻമെൻറ്റ് എല്ലാവരും തയ്യാറാക്കുമല്ലോ. ഈ ഭാഗം നമുക്ക് ഖിലാഫത്തിൻ്റെ ഭരണം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് വേറൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.